കേരളത്തിൽ തീപാറുന്ന മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് മഞ്ചേശ്വരം. കേരളം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന 20 മണ്ഡലങ്ങളിൽ ഒന്ന് മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരത്ത് ഒരു വലിയ അട്ടിമറി ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ LDFൻ്റെയോ UDFൻ്റെയോ സീറ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും. ആ നിലയ്ക്ക് തന്നെ വളരെ പ്രാധാന്യമുണ്ട് മഞ്ചേശ്വരത്തിന്. മാത്രമല്ല BJP ഏറ്റവും അധികം സ്റ്റേക്ക് വയ്ക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ BJP 2ാം സ്ഥാനത്തുണ്ടായിരുന്നു. അവിടെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ 2016-ലും 2021-ലും വളരെ ചെറിയ വോട്ടിന് മാത്രമാണ് BJPയുടെ നേതാവായ K. സുരേന്ദ്രൻ അവിടെ പരാജയപ്പെട്ടതും. അതുകൊണ്ട് തന്നെ ഇത്തവണ BJP ആ മണ്ഡലം പിടിക്കും എന്നവർ അവകാശപ്പെടുന്നു. നിലവിൽ UDFൻ്റെ IUMLൻ്റെ AKM അഷ്റഫാണ് അവിടുത്തെ സിറ്റിംഗ് MLA. അഷ്റഫിൻ്റെ ഒരു ജനപ്രീതിയിൽ ഊന്നിക്കൊണ്ട് ആ മണ്ഡലം നിലനിർത്താൻ സാധിക്കും എന്നാണ് UDFും മുസ്ലിം ലീഗും പ്രതീക്ഷിക്കുന്നത്. ഇത്തവണ ഒരു അട്ടിമറി ഉണ്ടാക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയിൽ KR ജയാനന്ദയെ LDF CPIM സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിപ്പിക്കുന്നു. 20 മണ്ഡലങ്ങളുടെ ഒരു പട്ടിക എടുക്കുമ്പോൾ മഞ്ചേശ്വരം നമുക്ക് ഒഴിവാക്കാനേ സാധിക്കില്ല. കാരണം വെച്ചാൽ വളരെ ടൈറ്റായിട്ടുള്ളൊരു മത്സരം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 855 വോട്ടിന് മാത്രമാണ് BJP അവിടെ പരാജയപ്പെടുന്നത്, K. സുരേന്ദ്രൻ തോൽക്കുന്നത്. അതിന് മുമ്പുള്ളൊരു തെരഞ്ഞെടുപ്പിൽ 95 വോട്ടിനോ മറ്റോ ആണ്, 89 വോട്ടിനാണ് K. സുരേന്ദ്രൻ 2016 പരാജയപ്പെടുന്നത്. അപ്പോൾ BJPയെ സംബന്ധിച്ച് വലിയ സ്റ്റേക്കുണ്ട്. ഈ രണ്ട് മുന്നണികളും വളരെ നെക്കായിട്ട് മത്സരിച്ച് എത്തുകയാണെങ്കിൽ മഞ്ചേശ്വരത്തെ ഫലം വലിയ പ്രധാനപ്പെട്ടൊരു ഫലമായിട്ട് മാറും. അങ്ങനെ തന്നെ മഞ്ചേശ്വരത്തിൻ്റെ ഒരു പ്രത്യേകത, കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങൾ, ഒരുപക്ഷെ കാസർഗോഡ് ഒഴികെയുള്ള മറ്റ് മണ്ഡലങ്ങളിൽ BJPയുടെ സ്വാധീനം, ഇപ്പോൾ കേരളത്തിൽ BJPക്ക് 30,000-ന് മേലെ വോട്ടുള്ള 33 മണ്ഡലങ്ങളുണ്ട്. എന്നാൽ അതിൽ മഞ്ചേശ്വരവും കാസർഗോഡും ഒഴികെയുള്ള മണ്ഡലങ്ങളെല്ലാം ആ നിലയിലേക്ക് വന്നത് യഥാർത്ഥത്തിൽ ഒരു 2010 ശേഷം ഇങ്ങോട്ടാണ്. 2014 ശേഷം എന്ന് വേണമെങ്കിൽ പറയാം. മോഡി ഇഫക്റ്റിന് ശേഷമാണ് പല മണ്ഡലങ്ങളിലും BJP വോട്ട് കൂടിയത്. എന്നാൽ കാസർഗോഡിൻ്റെയും മഞ്ചേശ്വരത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും പരമ്പരാഗതമായി ഒരുപക്ഷെ BJP രാഷ്ട്രീയ രംഗത്ത് വന്നത് മുതൽ ഇങ്ങോട്ട് പ്രസൻസ് ഉണ്ടായിരുന്നു. വലിയ നേതാക്കന്മാരൊക്കെ മത്സരിക്കുന്ന സ്ഥലവും മഞ്ചേശ്വരമായിരുന്നു. വളരെ നേരിയ വ്യത്യാസം മാത്രമേ ഈ 3 മുന്നണികൾ തമ്മിലും അവിടെ വോട്ട് ഷെയറിലുള്ളൂ എന്നതാണ് അതിൻ്റെ പ്രത്യേകത. 30% മേലെ വോട്ട് എല്ലാ കാലത്തും BJP കൈയാളിയിട്ടുള്ള ഒരേ ഒരു മണ്ഡലമാണ് വേണമെങ്കിൽ മഞ്ചേശ്വരം എന്ന് പറയാം. ആ വിധത്തിൽ BJP 2 തവണ സുരേന്ദ്രൻ മത്സരിച്ച 2 തവണയും ഒന്ന് 800-നടുത്ത് വോട്ട്, 2 89 വോട്ട്. ഈ വ്യത്യാസത്തിലാണ് സുരേന്ദ്രൻ അവിടെ പരാജയപ്പെട്ടത്. അതുകൊണ്ട് BJPക്ക് സോളിഡായ വോട്ട് ബാങ്കുള്ള ഒരു മണ്ഡലം, ഒന്നാമത്തെ മണ്ഡലം മഞ്ചേശ്വരമാണ് എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ മത്സരത്തിൽ അതോടൊപ്പം തന്നെ ഇത് ഈ UDF LDF തമ്മിലുള്ള വ്യത്യാസത്തിൽ ഒറ്റത്തവണ 2006-ലെ ആ VS തരംഗകാലത്ത് അവിടെ CPIM ജയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങോട്ട് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളാണ് അവിടെ വിജയിക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ടുള്ള കൗതുകം എന്ന് പറഞ്ഞപ്പോൾ 2006-ൽ CH കുഞ്ഞമ്പു ജയിക്കുന്നു. 2011 മുതലുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം LDF CPIM കാൻഡിഡേറ്റ് 3ാം സ്ഥാനത്ത് മാത്രമാണ്. 3ാം സ്ഥാനത്ത് മാത്രം എന്ന് പറഞ്ഞാൽ ചില തെരഞ്ഞെടുപ്പുകളിലെങ്കിലും 30% മുകളിലേക്ക് CPIMൻ്റെ LDFൻ്റെ വോട്ട് ഷെയർ കൂടുന്നില്ല. ഏതാണ്ട് ഒരു 28-29-27 നിൽക്കുന്നു. അപ്പോൾ LDFൻ്റെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് പ്രധാന മത്സരം ഈ കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇത് LDFൻ്റെ ഭാഗത്തു നിന്ന് BJPയെ അധികാരത്തിലേക്ക് എത്തിക്കാതിരിക്കാനുള്ള, അവിടെ MLA സ്ഥാനത്തേക്ക് എത്തിക്കാതിരിക്കാനുള്ള ടാക്റ്റിക്കലായ മൂവ് കൊണ്ടാണ് ഒരു കാലത്ത് വിജയിച്ച മണ്ഡലത്തിൽ പിന്നീട് എല്ലാ തവണയും 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്ന അടക്കം പറച്ചിലും യഥാർത്ഥത്തിലുണ്ട്. അതായത് CPIMൻ്റെ വോട്ട് UDFന് മറിച്ച് നൽകിക്കൊണ്ടാണ് BJPയുടെ കടന്നുവരവിനെ CPIM അവിടെ ചെറുത്തത് എന്ന് പോലും ആളുകൾ പറയുന്നുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പോലും അത്തരത്തിലുള്ളൊരു ചർച്ച ഉയർന്നു വന്നത്. ഇപ്പോൾ KR ആദ്യം അവിടെ ഷാനവാസ് പാദൂർ എന്ന് പറയുന്ന മുൻ മുസ്ലിം ലീഗ് കേഡറായിരുന്ന ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ CPIM ആലോചിച്ചിരുന്നു. പക്ഷെ അത് മാറ്റി KR ജയാനന്ദയെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നത് പോലും UDF വോട്ട് ബാങ്കിൽ ഒരു വിള്ളലുണ്ടാകരുത് എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് KR ജയാനന്ദയെ മത്സരിപ്പിക്കുന്നത് എന്നുള്ള വ്യാഖ്യാനം ഇപ്പോഴും ഉണ്ട്. KR ജയാനന്ദയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ അവിടെ CPIMനുള്ളിൽ വലിയ പ്രശ്നങ്ങളുണ്ടായതായിട്ട് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രശ്നം അവിടെയുണ്ട്. പക്ഷേ എങ്കിൽ പോലും LDFൻ്റെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് കുറഞ്ഞു വരുന്നൊരു മണ്ഡലമാണ് മഞ്ചേശ്വരം എന്ന് നമുക്ക് നിശ്ചയമായിട്ടും പറയാം. അതേസമയം UDFും BJPയും തമ്മിലുള്ള അന്തരം വളരെയധികം കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ള കാഴ്ചയെ നമുക്ക് കാണാം. ഏതാണ്ട് ഒരു 33-35% വോട്ട് BJPക്കും ഒരു 34-36%
വോട്ട് UDFനും. അതായത് BJPയുടെ വോട്ട് ഷെയറിന്റെ കണക്ക് ഇങ്ങനെയാണ്. 2006 നാരായണ ഭട്ട് 31.32%, 2011 കെ സുരേന്ദ്രൻ 33.08%, 2016 കെ സുരേന്ദ്രൻ തന്നെ വീണ്ടും 35.74%, 2019 ഉപതെരഞ്ഞെടുപ്പിൽ രവീഷ് ടി 35.32%, 2021 വീണ്ടും കെ സുരേന്ദ്രൻ 37.7%. സുരേന്ദ്രൻ ഏറ്റവും അവസാനം 2021 നേടിയതാണ് ഏറ്റവും ഉയർന്ന വോട്ടിംഗ് ശതമാനം. മറ്റൊരു ത്രികോണ മത്സരത്തിലാണെങ്കിൽ ഉറപ്പായും വിജയിക്കാവുന്ന അത്രയും വലിയ വോട്ട് ഷെയറാണിത്. 37.7% വോട്ട് സുരേന്ദ്രൻ നേടി. UDFനാകട്ടെ 38.1 മറ്റോ അത്രയും വോട്ട് പെർസെന്റേജ്. 2021 മൊത്തമുള്ള കണക്ക് അഷ്റഫിന് 65,858 വോട്ട് 38.14, അതായത് 1% വോട്ടിന്റെ വ്യത്യാസത്തിലാണ് അഷ്റഫ്. 1% വോട്ടിന് വ്യത്യാസം ഇല്ല, അത്രയും ഇല്ല. സുരേന്ദ്രന് നേരത്തെ പറഞ്ഞ 37.7. രമേശന് VV രമേശനായിരുന്നു LDF സ്ഥാനാർത്ഥി 23.57. LDFിന്റെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ വോട്ട് ഷെയറാണ് കഴിഞ്ഞ തവണ അവിടെ കിട്ടിയത്. ആ വോട്ട് ഷെയർ കുറഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ UDF സ്ഥാനാർത്ഥി IUML സ്ഥാനാർത്ഥി വിജയിച്ചു വരുന്നത് എന്നാണ് അവിടുത്തെ ആക്ഷേപം. അവിടുത്തെ ഒരു ആക്ഷേപം അതാണ്. ഇത് പറയുമ്പോഴേ ഇപ്പോൾ BJPയുടെ ഒരു സ്ട്രാറ്റജി എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒഴിച്ച്, അതായത് രവീശ തന്ത്രി കുണ്ടാർ 2019 PB അബ്ദുറസാഖ് മരിച്ചതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രവീശ തന്ത്രി കുണ്ടാർ മത്സരിക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും തുടർച്ചയായിട്ട് കെ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുകയാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും സുരേന്ദ്രൻ്റെ വോട്ട് പെർസെൻറ്റേജ് കൂടുന്നുണ്ട് എന്ന് നമുക്ക് കാണാം. ആദ്യം 33% ആയിരുന്നെങ്കിൽ പിന്നീട് അത് 35% ആകുന്നു, പിന്നീട് അത് 37% ആകുന്നു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് മത്സരിച്ച് തുടർച്ചയായ പരാജയങ്ങളുണ്ടെങ്കിൽ പോലും അതിൽ നിന്നുണ്ടാകുന്ന ഒരു അനുതാപം കൂടെ വോട്ടാക്കി മാറ്റി വിജയിക്കുക എന്നുള്ളൊരു തന്ത്രമാണെന്ന് തോന്നുന്നു BJPയും സുരേന്ദ്രനും അവിടെ പയറ്റുന്നത്. അതുകൊണ്ടുകൂടിയായിരിക്കും ഇത്തവണ വീണ്ടും സുരേന്ദ്രൻ അവിടെ തുടക്കത്തിൽ തന്നെ നേരത്തെ തന്നെ സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയാണ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞത്. AK മഷറഫിൻ്റെ കാര്യത്തിലാണെങ്കിൽ AK മഷറഫ് അവിടെ മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല. MC കമറുദ്ദീൻ ആരോപണങ്ങളെ തുടർന്ന് ഒഴിവായതിന് ശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ AK മഷറഫ് വരികയും AK മഷറഫ് ജയിക്കുകയും അതിനുശേഷം കഴിഞ്ഞ 5 വർഷം AK മഷറഫ് അവിടെ ഒരു നമ്മൾ നേരത്തെ പല MLA-മാരുടെ കാര്യം സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ജനപ്രിയനായ MLA. പ്രശാന്തിന്റെ കാര്യം പറഞ്ഞ പോലെയാണ്. ഇപ്പോൾ അഷ്റഫിന് വലിയ സ്വാധീനം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും അടിത്തട്ടിൽ നിന്ന് പ്രവർത്തിക്കുന്ന MLA-മാരിൽ ഒരാളായിട്ടാണ് അഷ്റഫ് അറിയപ്പെടുന്നത്. ആ വിധത്തിൽ അഷ്റഫ് ഉണ്ടാക്കിയ സ്വാധീനവും സുരേന്ദ്രന്റെ ജനസ്വാധീനത്തോടൊപ്പം തന്നെ അവിടെ ഉണ്ട്. അതെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇവർ രണ്ടുപേരും ആണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. LDF സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്റ്റൻറ്റ് 3rd പൊസിഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവിടെ നിന്ന് മുന്നോട്ട് വരിക എന്ന് പറയുന്നത് മഞ്ചേശ്വരത്തെ സംബന്ധിച്ച് LDFന് അത്രത്തോളം എളുപ്പമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇതൊരു ട്രയാങ്കുലർ കോൺടെസ്റ്റ് എന്നുള്ളതിനേക്കാൾ ഉപരി BJP NDA UDF IUML ഇത് രണ്ടും തമ്മിലുള്ള ഡയറക്റ്റ് ആയിട്ടുള്ളൊരു കോൺടെസ്റ്റായി മഞ്ചേശ്വരം. നമ്മൾ ഈ വട്ടിയൂർക്കാവ് നേമം BJPയുടെ മറ്റൊരു മണ്ഡലമാണല്ലോ മഞ്ചേശ്വരം. ഈ മണ്ഡലം എടുത്ത ഈ ഒരു കോൺട്രാസ്റ്റ് അവിടെയുണ്ട്. വട്ടിയൂർക്കാവിൽ LDF UDF BJP ആണ് അതിൻ്റെ 3ാം സ്ഥാനത്തേക്ക് വരുന്നത്. അതിൻ്റെ ഒരു ഞാൻ പറഞ്ഞത് തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ഉള്ള കഥയല്ല, പൊതുവേ അതിൻ്റെ ഒരു ഇലക്ട്രേറ്റിൻ്റെ സ്വഭാവവും ഹിസ്റ്ററി മൊത്തത്തിലെടുത്താൽ 3ാം സ്ഥാനം എന്നുള്ളത്. നേമത്ത് നേരെ തിരിച്ചാണ്. കോൺഗ്രസ് പാർട്ടിയാണ് അവിടെ 3ാം സ്ഥാനത്ത്. കോൺഗ്രസിൻ്റെ വോട്ടിൽ വരുന്ന വ്യത്യാസമാണ് അവിടെ മറ്റ് 2 പേരിലെ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത്. ഇവിടെ നേരെ വ്യത്യസ്തമായി CPIMൻ്റെ വോട്ടിൻ്റെ കുറവും കൂടുതലും എന്താണോ അതിനനുസരിച്ചായിരിക്കും. ഒരു തവണ 2006 അവിടെ വിജയിച്ചു എന്ന കാര്യം മാറ്റിവെച്ചാൽ യഥാർത്ഥത്തിൽ CPIM സ്ഥാനാർത്ഥിക്ക് 2006 LDF അവിടെ CH കുഞ്ഞമ്പു ആ മണ്ഡലം പിടിക്കുമ്പോൾ പോലും 2ാം സ്ഥാനത്ത് അപ്പോഴും BJP തന്നെയാണ്. അതെ, അപ്പോഴും BJP തന്നെയാണ്. വളരെ തിന്നായ മത്സരമായിരുന്നു. വളരെ ചെറിയ മാർജിനിലാണ് 2006 CH കുഞ്ഞമ്പു അന്ന് അവിടെ ജയിക്കുന്നത്. ഈ മഞ്ചേശ്വരത്തിൻ്റെ ഒരു ഡെമോഗ്രാഫി കൂടെ ആ മണ്ഡലത്തിൽ നമ്മളൊന്ന് സൂചിപ്പിച്ചു പോകണം എന്നെനിക്ക് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡെമോഗ്രാഫി അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരിക്കും. കാരണം മുസ്ലിം പോപ്പുലേഷൻ അവിടെ 45 മുതൽ 46% വരെയുള്ള മുസ്ലിം പോപ്പുലേഷൻ അവിടെ ഉണ്ട്. ഹിന്ദു പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് 42 മുതൽ 44% വരെയാണ്. ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഒരു 5 മുതൽ 7% വരെ ക്രിസ്ത്യൻ പോപ്പുലേഷൻ, കുടിയേറ്റ ക്രിസ്ത്യാനികളുടെ ഒരു പോപ്പുലേഷനും ആ മണ്ഡലത്തിൽ ഉണ്ട്. അപ്പോൾ ഈ ഡെമോഗ്രഫി ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഡെമോഗ്രഫിക്കലി മുസ്ലിം പോപ്പുലേഷനുള്ളൊരു എഡ്ജ് ആ വോട്ട് ബാങ്കിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാവാതിരിക്കുകയാണെങ്കിൽ അവർക്കുണ്ടാകുന്ന ഒരു മേൽക്കൈ, അതിൻ്റെ ഒരു തുടർച്ച ഒരുപക്ഷെ നമുക്ക് മഞ്ചേശ്വരത്ത് കാണാൻ പറ്റും. ഇത്
ഒരു ജനാധിപത്യ രീതിയിൽ ഉള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ്, അതിൽ യാതൊരു തർക്കമില്ല. ഡെമോഗ്രഫി പറയുന്നത് ഡെമോഗ്രഫിക്കലി എന്തെങ്കിലും ഒരു ഡിവിഷൻ ഉണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല, ജനസംഖ്യാനുപാതികമായി ആ മണ്ഡലത്തിൻ്റെ ഒരു പൊസിഷൻ ഇന്നതാണ് എന്ന് പറയാൻ വേണ്ടി. അല്ല, വളരെ സ്പെസിഫിക് ആയി പറഞ്ഞാൽ CPIM അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ യഥാർത്ഥത്തിൽ അത് വലിയ തോതിൽ BJPക്ക് അനുകൂലമായിട്ടാണ് വരിക. അതൊരു കമ്മ്യൂണൽ ഫ്ലയറപ്പ് ആയിട്ടല്ല, വോട്ട് പിളർന്നു പോകും എന്നതാണ്. LDF മുസ്ലിം സമൂഹത്തിൽ നിന്ന് LDF അവർക്ക് സാധാരണ പിടിക്കുന്നതിൽ കുറച്ചധികം വോട്ട് LDF പിടിച്ചാൽ UDFൻ്റെ സ്ഥാനാർത്ഥി അവിടെ പരാജയപ്പെടും. അതാണ് ആ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ഒരു പക്ഷേ ആ സൂക്ഷ്മത പുലർത്തുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് ആ ഡെമോഗ്രഫിയുടെ പ്രത്യേകത. ഈ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ മഞ്ചേശ്വരത്ത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സുരേന്ദ്രൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മത്സരിക്കുന്നു. ഏറ്റവും ഒടുവിൽ 2021 അദ്ദേഹത്തിന് കിട്ടിയ 37%-ലധികം വോട്ട്, അതാണ് ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞല്ലോ. അവിടെ എനിക്ക് തോന്നുന്നൊരു കാര്യം, BJPക്ക് അവിടെ പിടിക്കാവുന്ന പരമാവധി വോട്ടാണ് 2021 അവർ പിടിച്ചത് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം ആ തെരഞ്ഞെടുപ്പിൽ അവർ ജയിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി മറ്റ് പല മണ്ഡലങ്ങളിലും, ഇപ്പോൾ തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് ആളെ ചേർത്തു എന്നുള്ളൊരു ആക്ഷേപം ഉണ്ടായിരുന്നല്ലോ. അത് ശരിവയ്ക്കുന്ന വിധത്തിൽ അവിടുത്തെ BJP ലീഡർ പറയുകയും കിട്ടും, ഞങ്ങളങ്ങനെ പല ടാക്ടിക്സും കാണിക്കും, ഞങ്ങൾ ആളെ ചേർക്കും എന്നൊക്കെ BJP നേതാവ്. സമാനമായ വിധത്തിൽ മഞ്ചേശ്വരത്ത് പരമാവധി വോട്ടർമാരെ ചേർക്കാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ശ്രമിച്ചിരുന്നു. അതുപോലെ ഈ മഞ്ചേശ്വരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മഞ്ചേശ്വരത്ത് വോട്ടർമാരായി മഞ്ചേശ്വരത്തിന് പുറത്ത്, ഒരുപക്ഷെ കേരളത്തിന് പുറത്ത് മംഗലാപുരത്തും അതുപോലെ ഗോവയിലും അതുപോലെ ബോംബെയിലും ഒക്കെ ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അതായത് മഞ്ചേശ്വരത്താണ് അവരുടെ വോട്ട്, പക്ഷേ അവർ ജീവിക്കുന്നത് ഈ പ്രദേശങ്ങളിലൊക്കെയാണ്. ഇവരെ മുഴുവൻ കൊണ്ടുവരാനും RSSൻ്റെ കേഡേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ആഴത്തിൽ പ്രവർത്തിക്കാനും ഒക്കെ 2021 തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും മഞ്ചേശ്വരം പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എത്തിച്ചിരുന്നു. അതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് ഈ ചെറിയ മാർജിനിലേക്ക് UDFൻ്റെ ലീഡിനെ എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞത്. അപ്പോൾ എന്ന് വെച്ചാൽ അവർക്ക് ചെയ്യാവുന്ന എല്ലാ പണികളും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവരെടുത്തു കഴിഞ്ഞാൽ അവർക്ക് മാക്സിമം, അതുവഴി അവർക്ക് കിട്ടാവുന്ന ഏറ്റവും മാക്സിമം വോട്ടാണ് ഈ 37%. 2021 ശേഷം ആ തരത്തിലുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് BJP വോട്ടിൽ ഉണ്ടായിട്ടില്ല എന്ന് കണക്കാക്കാൻ പറ്റുമോ? എന്ന് കണക്കാക്കാൻ പറ്റില്ല. പക്ഷേ ആ അളവിൽ അത്രയും ആ ഒരു വോള്യത്തിലുള്ള ഒരു വർക്കിലേക്ക് BJPക്ക് ഇനി പോകാൻ കഴിയില്ല. അത്രയും മാസീവായിട്ടുള്ളൊരു ശ്രമമാണ് കഴിഞ്ഞ തവണ അവരവിടെ നടത്തിയത്. അത് പരമാവധിയാണ്. ഇത്തവണയും അത് ശ്രമിച്ചാലും അതേ വരാനിടയുള്ളൂ, അതിനപ്പുറത്തേക്ക് പോകാൻ സാധ്യത. ഇതിനെ സാധൂകരിക്കുന്ന മറ്റൊരു കണക്കാണ് ലോക്സഭയിൽ നിന്ന് ഉള്ളത്. ലോക്സഭയിൽ അവിടെ UDFന് ആ അസംബ്ലി സെഗ്മെന്റിൽ നിന്ന് 74,437 വോട്ടാണ് കിട്ടിയത്. NDAക്ക് 57,179 വോട്ട്, LDFന് 30,156 വോട്ട്. അതായത് രാജ്മോഹൻ ഉണ്ണിത്താന് 17,258 വോട്ടിന്റെ ലീഡ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്ന് ഉണ്ട്. അതിനുശേഷം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും യഥാർത്ഥത്തിൽ 3 പഞ്ചായത്ത് UDF തൂത്തുവാരിയാണ് ചെയ്തത്. 2 പഞ്ചായത്തിലാണ് BJPയുടെ എഡ്ജ് ഉള്ളത്. മറ്റിടങ്ങളിൽ അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ രാജീവ് പറഞ്ഞതുപോലെ 2021 ആയിരുന്നു BJPയുടെ പീക്കെങ്കിൽ അതിനുശേഷം അത്തരത്തിൽ ഗ്രൗണ്ട് ലെവലിൽ ഒരു എഫർട്ട് നടന്നിട്ടില്ലെങ്കിൽ കണക്കുകൾ UDFന് രാഷ്ട്രീയമായി UDFന് അനുകൂലമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 17,000-ഓളം വോട്ടിൻ്റെ വ്യത്യാസം UDFും BJPയും തമ്മിൽ അവിടെ ഉണ്ട് എന്ന ആ ഒരു അന്തരീക്ഷം അവിടെ കിടക്കുന്നുണ്ട്. ഇതുകൂടി ആയിരിക്കും UDFൻ്റെ വിജയപ്രതീക്ഷ എന്ന് പറയുന്നത്. UDFൻ്റെ വിജയപ്രതീക്ഷയിൽ അതൊരു ഘടകമാണ്. രണ്ടാമത്തെ ഘടകം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ AK അഷ്റഫ് കഴിഞ്ഞ 5 വർഷത്തിനിടെ ഉണ്ടാക്കിയ ഒരു സ്വാധീനമുണ്ട്. ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചു അദ്ദേഹം ഉണ്ടാക്കിയ ഒരു സ്വാധീനമുണ്ട്. അത് അങ്ങനെ ആർക്കും നിഷേധിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല, അത് അവിടുത്തെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് തള്ളിക്കളയാൻ സാധിക്കാത്ത ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എനിക്ക് എൻ്റെ സംശയം, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. K സുരേന്ദ്രൻ കഴിഞ്ഞ തവണകളിൽ അവിടെ മത്സരിക്കുമ്പോഴൊക്കെ കേരളത്തിലെ BJPയുടെ ഫയർ ബ്രാൻഡായിരുന്നു സുരേന്ദ്രനാണ് കേരളത്തിലെ BJPയുടെ ഭാവി എന്നാണ് അന്ന് പരിഗണിക്കപ്പെട്ടത്, അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും. ഇപ്പോൾ സുരേന്ദ്രൻ്റെ ഒരു പൊളിറ്റിക്കൽ ഗ്രാഫ് BJPക്കകത്ത് അങ്ങനെ കിടക്കുന്നുണ്ടോ? ആ സ്വാധീനം അതേപടി സുരേന്ദ്രൻ ആവർത്തിക്കാൻ കഴിയാതിരിക്കുമോ? ഈ പാർട്ടിക്കകത്ത് അദ്ദേഹം ഒന്നാമനല്ല എന്നത്. പാർട്ടിക്കകത്ത് അദ്ദേഹം ഒന്നാമനല്ലെങ്കിൽ പോലും ലീഡർഷിപ്പ് ലെവലിൽ ഇപ്പോഴും സുരേന്ദ്രൻ BJPയുടെ ഒന്നാം നിര നേതാക്കളിൽ ഒരാളാണ് എന്നുള്ളതിൽ തർക്കമില്ല. നേരത്തെ തന്നെ BJP നിശ്ചയിച്ച സ്ഥാനാർത്ഥികളിൽ ഒരാൾ K സുരേന്ദ്രനാണ്. K സുരേന്ദ്രനോട് നേരത്തെ പ്രചരണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ബഷീർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു തരം
ഒരു ഫയർ ബ്രാൻഡ് ഇമേജ് ഉണ്ടല്ലോ, ആ ഫയർ ബ്രാൻഡ് ഇമേജോ ഒരു ക്ലൗട്ടോ ഇപ്പോൾ ബി ജെ പിക്കുള്ളിൽ കെ സുരേന്ദ്രൻ ഇല്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിന് ഒറ്റ ഉദാഹരണം നോക്കിയാൽ മതി. കെ സുരേന്ദ്രൻ്റെ സ്ക്രീൻ പ്രസൻസ് മുമ്പുണ്ടായിരുന്നതിൻ്റെ ഒരു 10-1 സ്ക്രീൻ പ്രസൻസ് പോലും ഇപ്പോൾ, ഞാൻ ടെലിവിഷൻ സ്ക്രീനുകളുടെ കാര്യമാണ് പറയുന്നത്, കെ സുരേന്ദ്രൻ ഇപ്പോൾ ഇല്ല. ഏതെങ്കിലും ഒരു വിഷയത്തിൽ, ഏതെങ്കിലും ഒരു സംസ്ഥാന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ഇമ്മീഡിയറ്റ് കമൻറ്റിന് കെ സുരേന്ദ്രനെ ഇപ്പോൾ മലയാളത്തിലെ മാധ്യമങ്ങൾ സമീപിക്കുന്നില്ല. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കെ സുരേന്ദ്രൻ്റെ ആ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രതിച്ഛായ അല്ലെങ്കിൽ ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു വലിപ്പം അതിൽ നിന്ന് വലിയ കുറവുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കുറവ് സംഘടനാപരമായി മഞ്ചേശ്വരത്തെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. സ്വാഭാവികമായും ബാധിക്കാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാമല്ലോ, 2 മണ്ഡലങ്ങളിൽ സുരേന്ദ്രൻ ഒരേ സമയം മത്സരിച്ചു, കോന്നിയിലും അതുപോലെ മഞ്ചേശ്വരത്തും. എന്നിട്ട് ഹെലികോപ്റ്ററിൽ പറന്നു കിടന്ന് പ്രചരണം നടത്തുന്നുണ്ടായിരുന്നു. കാരണം അത്രമാത്രം പ്രാമുഖ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന അവരുടെ സംസ്ഥാന പ്രസിഡൻ്റായ നേതാവിന് ബി ജെ പി കേന്ദ്ര നേതൃത്വം കൊടുത്തിരുന്നു, സംസ്ഥാന നേതൃത്വം കൊടുത്തിരുന്നു. ഇപ്പോൾ അത്തരത്തിലുള്ളൊരു പരിഗണന കെ സുരേന്ദ്രന് ബി ജെ പി കേന്ദ്ര നേതൃത്വമോ സംസ്ഥാന നേതൃത്വത്തിലെ പുതിയ ഗ്രൂപ്പിക്കേഷൻസോ കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കില്ല. അതിൻ്റെ ഒരു ആഘാതം മഞ്ചേശ്വരം മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ആ മണ്ഡലത്തിലെ ബി ജെ പി വോട്ടർമാർ എന്നത് പരമ്പരാഗതമായി തന്നെ ബി ജെ പി വോട്ടർമാരാണ്, അതിൽ തർക്കമില്ല. പക്ഷേ ആ ബി ജെ പി വോട്ടർമാരെ കൊണ്ട് മാത്രമല്ല ബി ജെ പിക്ക് 37% വോട്ടിലേക്ക് അവരെത്തുന്നത്. അവരുടെ കൂടെ ഈ പറയുന്ന വിധത്തിലുള്ള ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് ചായുന്ന ഒരു വോട്ടുണ്ട്. ആ വോട്ടും കൂടെ ചേർത്തിട്ടാണ് ഈ വലിയ വോട്ടിലേക്ക് ഈ സുരേന്ദ്രൻ 37% വോട്ടിലേക്കൊക്കെ എത്തിക്കുന്നത്. അങ്ങനത്തെ ഒരു ചാഞ്ചാട്ടം ഉണ്ടാക്കാൻ പാകത്തിലുള്ള ഒരു വലിപ്പം ഇപ്പോൾ ബി ജെ പി കെ സുരേന്ദ്രന് കൊടുക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഒരു പക്ഷേ ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കളൊക്കെ മഞ്ചേശ്വരത്ത് നിന്ന് പ്രചാരണം നടത്താനുള്ളൊരു സാധ്യത അവിടെ അവശേഷിക്കുന്നുണ്ട്. അവരവിടെയാണോ പോവുക, അതോ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനും ശ്രീലേഖയ്ക്കും വേണ്ടിയൊക്കെയാണോ പ്രചാരണത്തിന് പോവുക എന്ന് കണ്ട് കാണേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ഈ RSSൻ്റെ ഇൻവോൾവ്മെൻറ്റ്, അതുപോലെ മംഗലാപുരത്തെ ബി ജെ പി ലീഡർഷിപ്പിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, ഇതൊക്കെ ബി ജെ പി സംസ്ഥാന പ്രസിഡൻ്റ് ആയിരിക്കെ സുരേന്ദ്രന് കിട്ടിയതുപോലെ ഇപ്പം കിട്ടിക്കൊള്ളണം എന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് അവിടെ ഡൗട്ടുള്ളൊരു സംഗതി എന്ന് പറയുന്നത്, ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയായിട്ട് ഒരു അടുപ്പം ഉണ്ടാക്കാൻ ബി ജെ പി ശ്രമിച്ചിരുന്നു. ഇവിടുത്തെ ഡെമോഗ്രഫി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 5-7% അല്ലെങ്കിൽ 5-6% ക്രിസ്ത്യൻ പോപ്പുലേഷൻ അവിടെ ഉണ്ട്. അത് നേരത്തെ ബി ജെ പിക്ക് ഒരു നിലക്കും കിട്ടിയിട്ടുള്ളതാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ അവിടുത്തെ ഒരു ക്രിസ്ത്യൻ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് കുടിയേറ്റ ക്രിസ്ത്യൻ പോപ്പുലേഷനാണ്. അവരുടെ ഒരു പൊളിറ്റിക്കൽ ഓറിയൻറ്റേഷൻ ഒന്നുമില്ലെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എന്നുള്ള മട്ടിലായിരുന്നു. അതിലെന്തെങ്കിലും മാറ്റം വരാൻ സാധ്യതയുണ്ടോ? അങ്ങനെ മാറ്റം വരികയാണെങ്കിൽ ഇപ്പോൾ ബി ജെ പി നേടിക്കൊണ്ടിരിക്കുന്ന വോട്ടിനൊപ്പം 1-2% വോട്ട് കൂട്ടാൻ അവർക്ക് സാധിക്കുമോ? അങ്ങനെ സാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1% വോട്ടിൻ്റെ വ്യത്യാസം മാത്രം മതി അവിടെ മത്സരം മാറി മറിയാൻ. അതാണ് അന്തരീക്ഷം അവിടെയുള്ളത്. അപ്പോൾ അതിനോടൊപ്പം ഒരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം തോന്നുന്നു. ഈ കഴിഞ്ഞ കാലത്തൊക്കെ ഈ LDFൻ്റെ വോട്ട് കുറയുന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 23% വോട്ടാണ് വി രമേശിന് കിട്ടിയത്. ഇത്തവണ KR ജയാനന്ദൻ മത്സരിക്കുമ്പോൾ ജയാനന്ദൻ്റെ ഒരു പൊളിറ്റിക്കൽ പ്രൊഫൈൽ ഏത് തരത്തിലുള്ളത്? ജയാനന്ദൻ്റെ പൊളിറ്റിക്കൽ പ്രൊഫൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാദേശിക CPIM നേതാവ് എന്നുള്ളതിൽ കവിഞ്ഞുള്ളൊരു പൊളിറ്റിക്കൽ പ്രൊഫൈൽ KR ജയാനന്ദയ്ക്കില്ല. ആ മണ്ഡലത്തിന് പുറത്തേക്കോ കാസർഗോഡ് ജില്ലയ്ക്ക് പുറത്തേക്കോ അറിയപ്പെടുന്ന വിധത്തിലുള്ളൊരു പൊളിറ്റിക്കൽ പ്രൊഫൈൽ KR ജയാനന്ദയ്ക്കില്ല. പക്ഷേ ആ മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്നുള്ള നിലയിലുള്ള പ്രൊഫൈൽ മാത്രമേ KR ജയാനന്ദയ്ക്കുള്ളൂ. അതിനപ്പുറത്തേക്കുള്ളൊരു പൊളിറ്റിക്കൽ പ്രൊഫൈൽ അദ്ദേഹത്തിനില്ല. അവർക്ക് സാധിക്കുന്നത് CPMൻ്റെയും LDFൻ്റെയും ഉറച്ച വോട്ടുകൾ സമാഹരിച്ച് നിലനിർത്തുക, അതായത് ഒരു 23 മുതൽ 26% വരെയുള്ള വോട്ട് അത് നിലനിർത്തുക എന്നുള്ളതായിരിക്കും KR ജയാനന്ദയെ കൊണ്ട് CPM ഉദ്ദേശിക്കുന്നത് എന്നാണ്. എന്നതും കൂടി ഉണ്ടാവും. അത് കൂടാതിരിക്കുക എന്നുള്ളതും കൂടെ ഉണ്ടാവാം ഒരുപക്ഷെ. അത് കൂടാതിരിക്കുക എന്തുകൊണ്ടാണ് ഒരു ഹൈ പ്രൊഫൈൽ സ്ഥാനാർത്ഥിയെ ഒരു കാലത്തും അങ്ങോട്ട് കുഞ്ഞമ്പൂവിന് ശേഷം ഈ ഇത്രയും പരാജയങ്ങൾ ഉണ്ടായിട്ടും ഒരു വലിയ പ്രൊഫൈലുള്ള സ്ഥാനാർത്ഥിയെ അങ്ങോട്ട് കൊണ്ടുപോകാത്തത് എന്നതാണ്? അല്ല, വലിയ പ്രൊഫൈലിലൊരു സ്ഥാനാർത്ഥി ഇപ്പോൾ അത് നമ്മളിപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേമത്ത് കണ്ടതിൻ്റെ ഒരു ഓപ്പോസിറ്റ് പിക്ചറായിരിക്കും മഞ്ചേശ്വരത്ത് നമുക്ക് കാണേണ്ടി വരിക. അങ്ങനെയാണെങ്കിൽ നേമത്ത് K മുരളീധരൻ വന്ന് മത്സരിക്കുന്നു, കോൺഗ്രസിൻ്റെ ഒരു ഹൈ പ്രൊഫൈൽ കാൻഡിഡേറ്റ് വന്ന് മത്സരിക്കുന്നു. കോൺഗ്രസിന് കിട്ടേണ്ട വോട്ടുകളിൽ വലിയൊരു ശതമാനം തിരിച്ചു പിടിക്കാൻ K മുരളീധരൻ തയ്യാറാവുമ്പോൾ ശിവൻകുട്ടി ജയിക്കുന്നു. BJPയുടെ ഒരു സിറ്റിംഗ് സീറ്റ് അവർക്ക് നഷ്ടമാകുന്നു. മഞ്ചേശ്വരത്ത് നേരെ തിരിച്ചാണ്.
ഒരു ഹൈ പ്രൊഫൈൽ സ്ഥാനാർത്ഥിയെ ഇട്ട് വലിയ മത്സരത്തിന് CPM ഉം LDF തയ്യാറാവുകയാണെങ്കിൽ, അവരുടെ ഭാഗത്തേക്ക് കൂടുതൽ വോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ലീഗ് സ്ഥാനാർത്ഥി തോൽക്കും. ലീഗ് സ്ഥാനാർത്ഥിയും UDF സ്ഥാനാർത്ഥിയുടെയും വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ എഡ്ജ് ഉണ്ടാവുക BJPക്ക് ആയിരിക്കും. അതർവൈസ് ഇപ്പോൾ ഈ ഒരു തുല്യതയുടെ അടുത്താണ് ഈ വോട്ട് പെർസെൻറ്റേജ് എങ്കിൽ അതിൽ വലിയ കുഴപ്പമില്ല. ഇപ്പോൾ 33% അല്ലെങ്കിൽ 35% വോട്ട് CPM നും LDF ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു ഹൈ പ്രൊഫൈൽ സ്ഥാനാർത്ഥി ഇട്ടിട്ട് അവർക്കൊന്നും മത്സരിച്ച് നോക്കാം. അപ്പോൾ ഇതങ്ങനെയല്ല. 23 മുതൽ ഒരു 28, 27 അല്ലെങ്കിൽ 29 വരെ ആണ് അവർക്ക് പരമാവധി കിട്ടുന്ന വോട്ട്. അത് മാത്രമേ അവർക്ക് അവിടെ അതിനപ്പുറത്തേക്ക് കിട്ടാൻ പാകത്തിന് ഒരു കാൻഡിഡേറ്റിനെ നിർത്തിക്കഴിഞ്ഞാൽ UDFൻ്റെ വോട്ട് ബാങ്കിലുള്ള വിള്ളലായിരിക്കും. അത് BJPയുടെ വോട്ട് ബാങ്കിലുള്ള ഒരു വിള്ളലാക്കി മാറ്റാൻ LDFന് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അവിടെ CPM ഉം LDF ഉം ഒരു ഹൈ പ്രൊഫൈൽ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കും. CPIM അവിടെ അവസാനം വിജയിച്ച മത്സരത്തിൽ 35.71%. അപ്പോഴും BJPയുടെ വോട്ട് കുറഞ്ഞിട്ടില്ല, 31.32% അന്നുമുണ്ട്. UDFന് ഈ പറഞ്ഞ സിനാരിയോ ആണ്, സെയിം വോട്ടാണ് 31.17. ഏതാണ്ട് ഈക്വലായിട്ട് ആ ലെവലിലാണെങ്കിൽ മാത്രമേ CPMന് ഒരു സ്ട്രോങ് കാൻഡിഡേറ്റിനെ മത്സരിപ്പിച്ച് മണ്ഡലം പിടിക്കാം എന്നുള്ളൊരു പ്രതീതിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതർവൈസ് CPMന് ഒരു സ്ട്രോങ് കാൻഡിഡേറ്റിനെ മത്സരിപ്പിച്ച് കഴിഞ്ഞാൽ അത് പരോക്ഷമായി BJPയെ സഹായിക്കുന്നതിനോ BJPക്ക് ഒരു എഡ്ജ് ഉണ്ടാക്കി കൊടുക്കുന്നതിനോ മാത്രമേ സഹായിക്കുകയുള്ളൂ. നമ്മൾ ഫൈനൽ ഇത് വിലയിരുത്തുമ്പോൾ ഇതൊരു NDA UDF ഫൈറ്റ് എന്ന് തന്നെ നമ്മൾ വിലയിരുത്തണം. അതിനപ്പുറത്തേക്ക് ഇതൊരു വളരെ തീപാർന്നൊരു ട്രയാങ്കുലർ കോൺടെസ്റ്റായി മാറും എന്ന് കണക്കാക്കണം. CPMൻ്റെ സ്ഥാനാർത്ഥിയുടെ പ്രൊഫൈൽ കൂടി വെച്ച് നോക്കുമ്പോൾ ഇത് നമ്മൾ വട്ടിയൂർക്കാവിൽ LDF UDF എന്ന് പറയുന്നത് പോലെ UDF NDA മത്സരമായിരിക്കും മഞ്ചേശ്വരത്ത് നടക്കുക. അതിൻ്റെ ഗതി തീരുമാനിക്കുന്നതിൽ 3-ാം സ്ഥാനത്തുള്ള CPIM സ്ഥാനാർത്ഥിയുടെ അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിന് ഒരു പങ്കുണ്ടാകും എന്നേ പറയാൻ പറ്റും. ഈ ഭാഷാ ന്യൂനപക്ഷങ്ങളൊക്കെ ഒരുപാടുണ്ട് അവിടെ. തുളു, കന്നഡ, മറാഠി, അങ്ങനെ പല ഭാഷകൾ സംസാരിക്കുന്ന വിവിധ ജനവിഭാഗങ്ങളുണ്ട്. ഈ വിഭാഗങ്ങളുടെയൊക്കെ നിലപാട് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറും. ഇതൊക്കെ നേരത്തെ തന്നെ ഫാക്ടർ ചെയ്യപ്പെടുന്നതല്ലേ? അവിടെ നേരത്തെ തന്നെ ഫാക്ടർ ചെയ്യപ്പെടുന്നതാണ്. പക്ഷേ ഇപ്പോൾ കർണാടക അല്ലെങ്കിൽ മഹാരാഷ്ട്ര അല്ലെങ്കിൽ ഗോവ, ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് ഉണ്ടല്ലോ. ഈ പൊളിറ്റിക്കൽ ചേഞ്ച് ഒരു പക്ഷേ ഈ പറയുന്ന ഭാഷാ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടിങ്ങിനെ കൂടുതൽ സ്വാധീനിക്കാനുള്ളൊരു ഒരു ചാൻസ് ഉണ്ട്. നേരത്തെ ഒരു പക്ഷേ LDFനോ അല്ലെങ്കിൽ UDFനോ കേരള രാഷ്ട്രീയമല്ല യഥാർത്ഥത്തിൽ അവരെ നിർണ്ണയിക്കുക. അപ്പം അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെയൊക്കെ BJP ഏത് വിധത്തിലായിരിക്കും ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ മാനദണ്ഡം, രാഷ്ട്രീയ മാപിനി ഉപയോഗിച്ച് മഞ്ചേശ്വരത്തെ നമുക്ക് പൂർണ്ണമായും അളന്നെടുക്കാൻ കഴിയില്ല എന്ന് കരുതേണ്ടി വരും. എന്തായാലും കെ. സുരേന്ദ്രൻ തുടർച്ചയായ 4-ാം തവണ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒഴിച്ചാൽ, ഭാഗ്യക്കേട് കൊണ്ട് സുരേന്ദ്രൻ നിരന്തരം തോറ്റുകൊണ്ടിരിക്കുന്ന മണ്ഡലം അദ്ദേഹം തുടർച്ചയായ 4-ാം തവണ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒഴിച്ചു കഴിഞ്ഞാൽ തുടർച്ചയായ 4-ാം തവണ കെ. സുരേന്ദ്രൻ മത്സരിക്കുന്നു. അപ്പുറത്ത് സിറ്റിംഗ് MLA ആയ MLA എന്നുള്ള നിലയ്ക്ക് മികച്ച പ്രകടനം കാഴ്ചവെച്ച AK അഷ്റഫ് എതിർക്കുന്നു. CPIM KR ജയാനന്ദയെ മത്സരിപ്പിക്കുന്നു. എന്തായിരിക്കും മഞ്ചേശ്വരം തീരുമാനിക്കുക? മഞ്ചേശ്വരം എന്ത് തീരുമാനിച്ചാലും ആ തീരുമാനം സംസ്ഥാന ഭരണം നിശ്ചയിക്കുന്നതിൽ പ്രധാനപ്പെട്ട തീരുമാനമായിരിക്കും. മറ്റു മണ്ഡലവുമായി വീണ്ടും കാണാം.